ഇങ്ങോട്ട് വാടാ പെട്ടെന്ന് എക്സ്ട്രാ ക്ലാസ് തുടങ്ങി എട്ടയാ ഇങ്ങോട്ട് പഠിപ്പിച്ചു തുടങ്ങിയില്ല അതിന് മുമ്പ് എന്തോടെ എക്സ്ട്രാ ക്ലാസ് ഇങ്ങോട്ട് വാടാ നിക്ക് എടാ 8 കഴിഞ്ഞ് 9 മണി ആവാറാടാ. എടാ നീ പേടിക്കണ്ട, എന്റെ ഒരു വഴിയുണ്ട്. എടാ നിന്റെ ക്ലാസ് കുഴപ്പമില്ല, ഷേർലി ടീച്ചറിന്റെ. എന്റെ അങ്ങനല്ല, മസൂറിനെ അങ്ങനെ എന്നെ പൊക്കിയെടുത്ത് അടിക്കും. ആരും നിന്നെ അടിക്കാൻ പോകുന്നില്ല, നീ ഇങ്ങോട്ട് വാ. അപ്പൊ ആ കണക്ക് അങ്ങനെയാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഹോംവർക്ക് ചെയ്തോണം കേട്ടോ. ടീച്ചറേ, ഷേർലി ടീച്ചറേ. ആ വന്നോ മോനെ? എക്സ്ട്രാ ക്ലാസ് ഒക്കെ ഇല്ലയോ? ഇച്ചിരി നേരത്തെ കാലത്തൊക്കെ വരണ്ടായോ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ള? ടീച്ചറേ, ഷേർലി ടീച്ചറേ. ഹോംവർക്ക് ചെയ്തോണ്ട് വന്നില്ലെങ്കിൽ അടിച്ച് ഞാൻ പൊട്ടിക്കും. മോളെയല്ല അവിടെ പറഞ്ഞ സാറേ കയറിക്കോട്ടെ. നിനക്ക് തോന്നുമ്പോ കേറാനേ ഇതെന്താ സത്രമാണോ? അല്ല സാറേ, അമ്മ ചോറെടുക്കാൻ താമസിച്ചു, അതുകൊണ്ടാ. നീ പോയിട്ട് 10 മണിയാകുമ്പോ റെഗുലർ ക്ലാസ്സിന് കയറിയാൽ മതി. ചെല്ലിപ്പോ. നീ റെഗുലർ ക്ലാസ്സിന് കയറും, പക്ഷെ അന്നേരം ഇപ്പം പഠിപ്പിച്ചത് അന്നേരം ഞാൻ ചോദിക്കും. അപ്പൊ പറഞ്ഞില്ലെങ്കില. അല്ല സാറേ, വരുന്ന വഴിക്ക് ആ ഷേർലി ടീച്ചറിന്റെ വീട്ടിൽ കയറിയായിരുന്നു, മീൻ കൊടുക്കണമായിരുന്നു അമ്മ പറഞ്ഞിട്ട്, അതുകൊണ്ടാ. ക്ഷമിച്ചിടാം നമുക്ക് ക്ഷമയാണല്ലോ എല്ലാത്തിനും പരമാണു. ആ പോട്ട് ഇപ്പോഴത്തേക്ക് കയറിപ്പോ. ബാ. ആ പിന്നെ ഈ വരുന്ന സെക്കൻഡ് സാറ്റർഡേയിലും നമുക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് കേട്ടോ. ആ പിന്നെ അടുത്ത ശനിയാഴ്ച എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നല്ലേ? ആ അറിയാം. അടുത്തൊരു 5 മിനിറ്റ് ഇന്റർവെൽ ആണ്. ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് പോയിട്ട് വരാം കേട്ടോ. റെസ്റ്റ് എടുക്ക്, ഞാനിപ്പോ വരാം. ബുക്കിനകത്ത് ബുക്ക് നല്ല കംപ്ലീറ്റ് ആക്കണം. എല്ലാവരും എല്ലാ ബുക്കെല്ലാം കംപ്ലീറ്റ് ആക്കണം. എന്താണ് എന്തിനാ പോയി മൂത്രമൊഴുകി പോ. ചെല്ല്. വരുന്ന വഴിക്ക് ഒഴിച്ചായിരുന്നു. ടീച്ചറേ, ടീച്ചർ പഠിപ്പിച്ചത് ഈ പത്രവാർത്തയിലെ ന്യൂസുമായിട്ട് ബന്ധമില്ലേ? ആ ഉണ്ട്. അതെങ്ങനാ മിസ്സേ? അല്ലെങ്കിൽ ഞാൻ അടുത്ത പീരീഡ് ചോദിക്കും. ടീച്ചറേ, ഈ പോർഷൻ ഒന്നുകൂടെ പറഞ്ഞുതരോ? എടാ ഞാനത് ക്ലാസ്സിൽ എത്ര തവണ പറഞ്ഞു തന്നെയാണോ? അടുത്ത പീരീഡ് ഞാൻ ടെസ്റ്റ് പേപ്പർ ഇടുന്നുണ്ട്. 1 മാർക്ക് എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തൊട അടിച്ച് ഞാൻ പൊട്ടിക്കും, അതാരായാലും. അയ്യോ, ഇപ്പഴാ ഓർത്ത്, എനിക്ക് മനസ്സിലായായിരുന്നു. ടീച്ചറേ, എടാ ചാറുണ്ടോടാ? ചാറ് എല്ലാം കഴിക്കാൻ വേണ്ടി. അച്ചാറ്. സാറേ ഈ ശനിയാഴ്ച കഴിഞ്ഞാലേ അടുത്ത ശനിയാഴ്ച മുതൽ എക്സ്ട്രാ ക്ലാസ് വേണ്ട. എന്താ സാറേ, റൈസ് കുക്കർ കംപ്ലൈന്റ്, അടുത്ത ആഴ്ചയിലേ വരത്തുള്ളൂ. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ വയ്യ, അതുകൊണ്ടാ. അത് കുഴപ്പമില്ല. അയ്യോ ഷേർലി ടീച്ചറെ, അതുകൊണ്ട് അനിയൻ കുഞ്ഞിലേക്ക് തലകറങ്ങി വീട് മിസ്സേ, ഒന്ന് വാ മിസ്സേ. അയ്യോ എന്താ പറ്റി? എക്സ്ട്രാ ക്ലാസ് ആയതുകൊണ്ട് ഇവ രാവിലെ ഒന്നും കഴിക്കാതെ വന്ന ടീച്ചർ, എന്തെങ്കിലും ഒന്ന് മേടിച്ചു തരുമോ? ഒരു കാര്യം ചെയ്യ്, എന്റെ ബാഗിനകത്ത് പൈസ ഇരിപ്പുണ്ട്, എന്തെങ്കിലും പോയി മേടിച്ചോ. അയ്യോ ടീച്ചറെ, ഞങ്ങൾക്ക് മാത്രം മേടിച്ചു തന്നാൽ ബാക്കി പിള്ളേർ പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും കൂടെ അങ്ങ് മേടിക്കട്ടെ. ആ മേടിയര്. അപ്പൊ ഈ മാസം വാലുവേഷന് പോയതെല്ലാം പൊട്ടി. സാർ ഞങ്ങൾക്കും വേണം. ക്യാൻറ്റീനിൽ കിട്ടും, എൻ്റെ പേര് പറഞ്ഞാൽ മതി, പോയി മേടിച്ചു വെച്ചു. എടാ എല്ലാരും ഉണ്ണിക്കടാ, സാർ നമുക്ക് ചെലവ്. എല്ലാം പോയി, സമാധാനമായി. ഹസ്ബൻഡ് അടിച്ചല്ലോ. സ്റ്റാഫ് റൂമിൽ ഇടുക. അയ്യോ സാറേ, നാളെ ഞാൻ വരത്തില്ല കേട്ടോ. എന്റെ ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ടായിരുന്നു, ഇപ്പഴാ ഞാൻ ഓർത്തെ. സാറേ, ആ സ്കോളർഷിപ്പിന്റെ പേപ്പർ ഒന്ന് ഒപ്പിട്ട് തരാമോ? നാളെ ഞാൻ ലീവാ സാറേ, അതുകൊണ്ടാ. നാളെ നീ ലീവാണോ? ആ ലീവാ സാറേ. നാളെ ഞാനും ലീവാ. ഒരു കാര്യം ചെയ്യേ, എല്ലാവരും പറ ഇന്നൊന്ന് ഒപ്പിടാൻ പറ. ഇന്ന് കൊണ്ടൊന്ന് പിടിപ്പിക്കാം. ലാസ്റ്റ് നൈറ്റാ, ഞാൻ നാളെ കാണത്തില്ല. കൊണ്ടാ. ഓക്കെ സാർ. ഇവിടെ നിന്നില്ല. എന്ത് പറ്റി സാറേ? ഇപ്പോഴും ഞാനൊരു കാര്യം ആലോചിച്ചേ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു നാളെ. അയ്യോ സാർ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സാറേ, അടുത്ത മാസം നമ്മൾ ടൂർ പോകുന്നതിന്റെ കാര്യം എങ്ങനെയാ? നീയൊക്കെ അലമ്പാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് പോത്തേ ഉള്ളൂ. ആ വിടത്തില്ല, മര്യാദക്കാണെ കൊണ്ടുപോകും. സാറേ, ഷേർലി ടീച്ചർ വരാമെന്ന് പറഞ്ഞായിരുന്നു. അടുത്ത മാസമാണോ? അടുത്ത മാസമാണെങ്കിൽ മാത്രം ഞാൻ വരാം. ആണുങ്ങളുടെ ആരെങ്കിലും വേണ്ടായോ? അപ്പൊ ഞാൻ വരാതിരുന്ന എങ്ങനെ? ഈ മാസം പെടുന്നില്ല കേട്ടോ. അല്ല അതെന്താ സാർ ഈ മാസം ഷേർലി ടീച്ചറുടെ ക്ലാസ്സിൽ നിന്ന് ടൂറുണ്ട്, അപ്പൊ ഞാനും പോകുന്നുണ്ട്. എന്ത് ആണുങ്ങൾ വേണ്ട അവിടെ?
എടി ഇവരിഷ്ടത്തിലാണെന്ന് പറഞ്ഞ് നമുക്ക് എന്തിനാ ഈ എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെക്കുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുവോ? എടാ ഞങ്ങളുടെ ടീച്ചർ വാല്യുവേഷൻ പോകുമ്പോൾ നിങ്ങളുടെ സാറ് കൂടെ പോതില്ലയോ? അന്ന് ഒരു ദിവസം നമുക്ക് ഫുള്ള് ഫ്രീ അല്ലേ വീട്ടിൽ നിന്ന്. അതെന്താണോ നീ ആലോചിക്കാത്തത്? പിന്നെ നമ്മൾ ടൂറിന് പോകുമ്പോൾ രണ്ടും കൂടെ ഏതെങ്കിലും വഴിക്ക് പോയിക്കോളും. പിന്നെ നമുക്ക് അടിച്ചു പൊളിച്ചുകൂടായോ? കാര്യം ശരിയാ. ഞാൻ ഇപ്പൊ ഈ ആഴ്ച ജോയിൻ ചെയ്ത പ്രിൻസിപ്പാളാ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. രണ്ടുപേരും തമ്മിലുള്ള പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ പൊക്കും, ശക്തമായ നടപടി ഞാൻ എടുക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കേട്ടോ? അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. കേറി വാ, കേറി വരാൻ. സാറേ, ഈ കൊച്ച് സാറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ലയോ? ടീച്ചറെ, ഈ പയ്യൻ ടീച്ചറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ലയോ? രണ്ടെണ്ണം കൂടെ പ്രേമം. ഞാൻ പൊക്കി. നിങ്ങൾ രണ്ടുപേരും അറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല രണ്ടുപേരുടെയും കാര്യത്തിൽ. നിന്റെ പേരെന്തുവാ? നിന്റെ പേരെന്തുവാ? ഈ രണ്ട് പിള്ളേരെ പേരൻസിന് എത്ര പറ്റുന്ന ഇവിടെ വിളിക്കണം, കേട്ടല്ലോ? ഞങ്ങളാ സാറേ ഇവരെ പേരൻസ്. നല്ല ബെസ്റ്റ് പേരൻസ്. ഇനി ഈ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കത്തില്ല. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഈ പിള്ളേരായിരുന്നു തീരുമാനം എടുത്തോണം, കേട്ടല്ലോ? എനിക്കറിയത്തില്ല സാറേ, കേട്ടല്ലോ? എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ല. അവരെങ്കിലും ഒന്നിക്കട്ടല്ലേ? അതെ, രണ്ട് ജാതിയാ. ഇവിടെ സമ്മതിക്കത്തില്ല, നടക്കത്തില്ല. ആ മോഹം രണ്ടിന്റെ കൈ വെച്ചിരുന്നാ മതി. മര്യാദയ്ക്ക് പഠിച്ച് വല്ല ജോലി ഉണ്ടാക്കാൻ നോക്ക്. പ്രേമം മാങ്ങാത്തൊലി കാണിച്ചു തരാൻ, കേട്ടോ? രണ്ടെണ്ണത്തിന്റെ സ്കൂള് രണ്ടിടത്തോട്ട് മാറ്റാൻ പോവാ. ഇനി രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് കാണുന്ന എനിക്കൊന്ന് അറിയണം. മാറണം അങ്ങോട്ട്. സാറേ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചോ? ഇല്ല. അതെന്താ? എടി, എന്നാലും നമ്മുടെ ഇഷ്ടം അറിഞ്ഞപ്പോഴേ അവരങ്ങ് സമ്മതിച്ചല്ലോ. എടാ, സാധാരണഗതിയിൽ അടിയും ബഹളവും എന്നെ വീട്ടിൽ പൂട്ടിയൊക്കെ ഇടുകയൊക്കെ ചെയ്യുമല്ലോ. ഇത് പെട്ടെന്ന്. എടി, എനിക്കത് കേട്ടപ്പോഴേ വല്ലാത്ത കൂട്ട്. എനിക്കും കേട്ടപ്പോ വല്ലാത്ത പോലെ. എടി, നമുക്ക് കെട്ടണം. എനിക്ക് മനസ്സങ്ങ് മടിച്ചു. നമുക്ക് കേട്ടു. ഒരു കാര്യം ചെയ്യ് പിള്ളേരെ, രാവിലെ എക്സ്ട്രാ ക്ലാസ്സിന് വന്നില്ലേ? എന്തേലും പോയി കഴിച്ചിട്ട് വാ. നീ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ. പോയിട്ടോ. ടീച്ചർ സാറേ ഒന്ന് പോയി താടാ. തങ്കമേ 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 ഈ സമയത്ത് രാവിലെ ഇതുവഴി പോകണ്ട. പക്ഷെ എന്തെന്നാ കാണുന്നില്ല. ഉദ്ദേശിക്കുന്നത് എന്തോ ചാവിയാടാ? അതാ അതിന്റെ ഫ്രണ്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ബാഗിന്റെ ഫ്രണ്ടില്. അതെ, ഒന്ന് ശ്രദ്ധിക്കണം. അതിന്റെ ഫ്രണ്ടില്. സ്കൂളിൽ കേറി. എടാ, ആ വണ്ടിയുടെ ബാഗിന്റെ ഫ്രണ്ടില്. സ്കൂളിൽ കേറി പിള്ളേരെ എന്നാ ഇച്ചിരി ഇങ്ങോട്ട് വന്നേ. ഇത് ഞാൻ എൻഡിലിടുവേ.